സ്വന്തമായി കൊട്ടാരം പോലൊരു വീട് ആഗ്രഹമുണ്ടോ? എവിടെയാ? സ്വന്തമായി കൊട്ടാരം പോലൊരു വീട് ആഗ്രഹിക്കേണ്ടത് ആഖിറത്തിലാണ്, അല്ലേ? പക്ഷേ ഈ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ സ്വന്തമായി ഒരു കൂരെങ്കിലും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല, അല്ലേ? സ്വന്തമായിട്ട് ഒരു ചെറിയ ചെറ്റക്കുടിലെങ്കിലും സ്വന്തം പേരിൽ ഉണ്ട് എന്ന് കൊതിക്കാത്ത ഒരാളുമില്ല. പക്ഷേ നിരവധി ആളുകൾക്ക് ഇന്ന് വീടില്ലാതെ ബുദ്ധിമുട്ടാണ്. സ്വന്തമായിട്ട് ഒരു സെന്റ് വസ്തു അല്ലെങ്കിൽ ആ വസ്തുവിൽ ഒരു ചെറിയ വീട് ഒക്കെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, ഈ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ദുനിയാവിലും ആഖിറത്തിലും വീട് വേണോ? പ്രിയപ്പെട്ടവരെ, ആഖിറത്തിൽ കൊട്ടാരമാണ്. ദുനിയാവിൽ നമുക്ക് നല്ലൊരു ഐശ്വര്യ സമ്പൂർണമായ ഒരു ഭവനം അല്ലാഹു തആല നമുക്ക് നൽകാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു എളുപ്പവഴി, ഒരു കുഞ്ഞൻ ദിക്ർ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാം. ഈ ദിക്ർ ആരാ പഠിപ്പിച്ചതെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ആകാശയാത്ര നടത്തിയപ്പോൾ, ആകാശയാത്ര വേളയിൽ ഒരു കൊട്ടാരം കണ്ടപ്പോൾ, ആരുടെ കൊട്ടാരമാണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായി പറഞ്ഞ പുണ്യമാക്കപ്പെട്ട ഒരു മറുപടി എന്ന ദിക്റും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദിക്റാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വീട് വേണമെങ്കിൽ ഈ ദിക്ർ പറയുന്ന രൂപത്തിൽ, പറയുന്ന എണ്ണം പതിവാക്കിയാൽ ഉറപ്പായും അല്ലാഹു തരുന്നതാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ ഉറപ്പായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കാണ്. അതിനായി എപ്പോഴും റബ്ബിനോട് മനമൊരുക്കി ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങളില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത സമാധാനത്തിൻ്റെ ജീവിതം എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്, വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട്. ഉമ്മമാര്, ഉപ്പമാര്, ഒരുപാട് സഹോദരങ്ങൾ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അതേ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, അല്ലേ? അങ്ങനെ അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്ത് ജീവിതത്തിലുടനീളം റബ്ബ് തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സുന്ദരമായിട്ടുള്ള ഒരു ദിക്റാണ് പഠിപ്പിച്ചു തരുന്നത്. ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദുനിയാവിലും ആഖിറത്തിലും ഭവനം ലഭിക്കും എന്നുള്ളതാണ്. ഈ കുഞ്ഞൻ ദിക്ർ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വീട് ലഭിക്കുമെന്നുള്ളതാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇത് ചൊല്ലിയ ഉടനെ അള്ളാഹു ചിലപ്പോൾ വീട് തന്നില്ല എന്ന് പറഞ്ഞ്, ഇത് മാജിക് മാന്ത്രിക പവറൊന്നുമല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടുന്ന തൗഫീഖ് നമുക്കവിടെ ഒരുക്കി തുടങ്ങാൻ നമ്മളിത് ചൊല്ലി തുടങ്ങുമ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇപ്പം ചൊല്ലി കണ്ണടച്ച് തുറക്കുക, വീട് മുന്നിൽ കാണുക, ഇതങ്ങനല്ല. മനസ്സിലാകുന്നുണ്ടോ? നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമം കൂടി ഒന്നുണ്ട് എങ്കിൽ അതിൽ വലിയ ഫത്ഹ നൽകി അള്ളാഹു നമ്മൾക്ക് വലിയ വീട് നൽകുമെന്നുള്ളതാണ്. ദുനിയാവിൽ വീട് നൽകും, ആഖിറത്തിൽ കൊട്ടാരവും ലഭിക്കും, വസതിയുള്ള കൊട്ടാരം. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ നമുക്ക് പഠിക്കാം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി ആകാശയാത്ര നടത്താൻ ഈ ആകാശയാത്ര നടത്തിയ വേളകളിൽ ഓരോ ആകാശത്തും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ കാഴ്ചകൾ അവർ കാണുകയാണ്. അവർ രണ്ടുപേരും കാണാൻ അങ്ങനെ എവിടെ എത്തി? 7-ാം ആകാശത്തേക്ക് എത്തുകയാണ്. 7-ാം ആകാശത്തേക്ക് എത്തിയപ്പോൾ വല്ലാത്തൊരു വെള്ള മുത്തനാളുള്ള ഒരു വലിയ കൊട്ടാരം കാണുകയാണ്. ഈ കൊട്ടാരം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഒരു ആകാംക്ഷയായി, ഇത് ആർക്കുള്ള കൊട്ടാരമാണെന്നൊന്ന് അറിയണം. അങ്ങനെ ഇത് ആർക്കുള്ള കൊട്ടാരമാണ് എന്നറിയണം എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, ഇത് ആർക്കുള്ള കൊട്ടാരമാ? ഇബ്ൻ ഹാദൽ ഖസ്ർ, ഇത് ആർക്കുള്ള കൊട്ടാരമാണ് എന്ന് ചോദിച്ചപ്പോൾ
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തതാകുന്നതായ സുന്ദരമായൊരു മറുപടിയുണ്ട്. അതുപോലെ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഫിർഔൻ എന്ന് പറയുന്ന ഫറോവയുടെ ഉപദ്രവങ്ങൾക്കും ആ ഒരു കഷ്ടതയിൽ നിന്നും കൂടി ജീവിച്ച സാഹചര്യത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചില്ലേ, ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവേ എനിക്ക് നീ സ്വർഗത്തിലൊരു വീട് പണി കഴിപ്പിച്ച് തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ച പോലെ നമ്മളും റബ്ബിനോട് ചോദിക്കണം. ആ ഒരു ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ഈ ദിക്ർ നമുക്ക് വേണം. അങ്ങനെ അപ്പൊ സ്വർഗത്തിൽ വീടുണ്ട് എന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ പല ആളുകൾക്കും വീട് ലഭിക്കപ്പെടും, കൊട്ടാരങ്ങൾ ലഭിക്കപ്പെടും. അങ്ങനെ ഉള്ള ഒരു കൊട്ടാരമാണ് ഈ കൊട്ടാരം. ആർക്കുള്ളതാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ലിമൻ യഖ്റഉ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഈ പറയാൻ പോകുന്ന കാര്യം പാരായണം ചെയ്യുന്ന ചൊല്ലുന്ന ആൾക്കുള്ളതാണ് നബിയെ ഈ കൊട്ടാരം. ഈ പറയാൻ പോകുന്ന ദിക്ർ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും പതിവാക്കുന്ന ആൾക്കുള്ള ഒരു സമ്മാനമാണ് നബിയെ കൊട്ടാരമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരോട് പറഞ്ഞു? ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ. നിങ്ങൾക്ക് ഏതാണ് ജിബ്രീലെ ആ ദിക്ർ ഏതാണ്? അപ്പൊ പറഞ്ഞു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഖലഖ്, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഹുവ ഖാലിഖുൻ ഇലാ യൗമിൽ ഖിയാമ. എന്താണെന്നോട് ഒതുക്കെ. സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഖലഖ്, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഹുവ ഖാലിഖുൻ ഇലാ യൗമിൽ ഖിയാമ. ഈ ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവരെ. ഈ ദിക്ർ നമുക്ക് ആദ്യം ഒന്ന് ടഫായിട്ട് തോന്നിയേക്കാം, എന്നാലും ഇത് ദിവസവും ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ നമുക്ക് സാധാരണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പോലുള്ള ദിക്റുകൾ വളരെ പെട്ടെന്ന് നമ്മുടെ നാവിന് വഴങ്ങുന്ന എന്തുകൊണ്ടാണ്? അത് നമ്മൾ ദിവസവും ചൊല്ലുന്ന ഒരു ദിനേന ഉള്ള ഒരു ദിക്റായി മാറിയത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഇങ്ങനെ ദിവസവും നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഖലഖ്, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഹുവ ഖാലിഖുൻ ഇലാ യൗമിൽ ഖിയാമ എന്നിങ്ങനെ എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ നാവ് കൊണ്ട് നമുക്ക് ചൊല്ലി വഴക്കിയെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇത് ദിവസവും 15 തവണ ഈ ദിക്ർ ചൊല്ലുക. പ്രാവശ്യം 15 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്, ദുനിയാവിലും ഭവനം ലഭിക്കും. ദുനിയാവിലും വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് കൊടുക്കട്ടെ. വലിയ വിഷമമാണ് വീടില്ലാത്ത, അല്ലേ? അപ്പോൾ വീടില്ലാത്ത ആളുകൾക്ക് വാടക വീട്ടിൽ വർഷങ്ങളായി കഴിയാണ് ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ടുവരാൻ. അള്ളാഹു എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീട് തരട്ടെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭവനം തരട്ടെ. വീടില്ലാത്ത എല്ലാവർക്കും അള്ളാഹു ഖൈറിൻ്റെ വഴിയിലൂടെ ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും 15 തവണ ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ ചൊല്ലിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗലോകത്ത് വെച്ചിരിക്കുന്ന ആ മുത്തിനാനുള്ള വെള്ളക്കൊട്ടാരമെന്ന ഭവനവും നമുക്ക് ലഭിക്കും. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ വഴിയിലൂടെ നല്ല ഒരു ഭവനവും നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു തആല ഭാഗ്യം തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളെയൊക്കെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾക്ക് അള്ളാഹു പരിഹാരം തരട്ടെ. കടങ്ങൾ കഷ്ടപ്പാടുകൾ അള്ളാഹു വീട്ടിൽ തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകൾ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. ഈ ദുആ വസിയത്തുകൾ അറിയിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ജീവിതത്തിൽ ഉടനീളം സന്തോഷം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് മാത്രമേ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ പള്ളികളിലെ ദുആകളിൽ, ജുമുഅകളിലെ ദുആകളിൽ, മറ്റു മജ്ലിസുകളിലെ ദുആകളൊക്കെയും എല്ലാവരും ഓർമ്മിച്ചു കൊണ്ട് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മയൊക്കെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ കാണുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്നു. അൽഹംദുലില്ലാഹ് 2000 പേരെങ്കിലും മുടങ്ങാതെ ദിവസവും കാണുന്നുണ്ട്. സന്തോഷമുണ്ട്. ഈ 2000 പേരായ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ എത്തിച്ചു കൊടുക്കുക. അവരിലേക്ക് എത്തുന്ന ഒരു നന്മ നിങ്ങൾ കാരണമായിട്ട് എത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പറയാണ്, എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരെയും ഈ ദുആയിൽ ഉൾപ്പെടുത്താണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.